കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. തുമ്പമൺ സ്വദേശി 29 വയസ്സുള്ള സുജിനാണ് മരിച്ചത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനും കുത്തേറ്റിട്ടുണ്ട്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. രണ്ടുപേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ വയറിന് 2 തവണ കുത്തേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ സുജിനും ആനന്ദുമായി പ്രതികളിൽ 2 പേർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇരുകൂട്ടരും പിരിഞ്ഞുപോയെങ്കിലും പിന്നീട് സുജിനും അനന്തുവും ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വിജനമായ വഴിയിൽ പതിയിരുന്ന 5 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കുത്തുകയും തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിൽ കുത്തുകയുമായിരുന്നു. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ സുജിത്തും വിവേകും എന്ന് പറഞ്ഞ പയ്യന്മാരെ സർവീസ് സ്റ്റേഷനിൽ എപ്പോഴും കാണുന്നതാണ്. എന്റെ തോന്നൽ ശരിയാണ്, ഇവരെല്ലാം കഞ്ചാവിന്റെ ഈ മറ്റ് ചരസിന്റെയൊക്കെ അടിമയാണെന്ന് തോന്നുന്നു. പോലീസുകാർ എപ്പോഴും ഒക്കെ ഇവിടെ വന്നിട്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ഇന്നും വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഈ ഒരു ഫ്രോഡ് ലുക്കിലാണ് ഈ പിള്ളേരന്മാരുടെ പോക്കും വരവുമൊക്കെ. സമൂഹമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉള്ളതല്ല. ഈ സർവീസ് സ്റ്റേഷനിലെ ഒരാൾ സർവീസ് സ്റ്റേഷനിലെ ജീവനക്കാരനാണ്. മറ്റുള്ളവർ അവന്റെ കൂടെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു 3-4 പേരും കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായിപ്പോയി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു.